Hello students, welcome to EduScore. So ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ ന്യൂട്രീഷൻ ഇൻ അനിമൽസ് എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസും പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നോക്കാൻ പോവാന്നു. സോ ബിഫോർ ദാറ്റ് നമ്മൾ ഇതിന്റെ മുമ്പ് ഈ ചാപ്റ്റർ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. If you have not watched those videos, then please click on that link in the description box. അതിൽ നിങ്ങൾക്ക് 7th സ്റ്റാൻഡേർഡിന്റെ എല്ലാ സബ്ജക്ട്സിന്റെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. So you can choose what you want to see and study. So നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. So these are the keywords. You can go through them and you need to know ഇതിന്റെ definition നിങ്ങൾ അറിഞ്ഞിരിക്കണം. So ഇതൊക്കെ പക്ക 1 mark questions ആണ്. So please go through the keywords. So let's look into the summary, what you have learned. Animal nutrition includes nutrition requirement, mode of intake of food and its utilization in the body. So നമ്മൾ അനിമൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്ലാന്റ് ന്യൂട്രീഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അനിമൽ ന്യൂട്രീഷൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ അനിമൽസ്, ഏത് അനിമലിനെ പറ്റിയാണോ നമ്മൾ പഠിക്കുന്നത്, ദാറ്റ് അനിമൽ അത് എങ്ങനെയാണോ ഫുഡിന് ഇൻടേക്ക് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഇൻജക്ഷൻ ഏത് രീതിയിലാണോ നടക്കുന്നത്, പിന്നെ എന്തൊക്കെയാണോ ആ അനിമലിന് ആവശ്യം, വാട്ട് ന്യൂട്രിയൻസ് ആർ റിക്വയർഡ് for that animal. ആ അനിമലിന് കുറേ കാർബോഹൈഡ്രേറ്റ്സ് വേണോ, ബിക്കോസ് ഇറ്റ് ഈസ് റണ്ണിങ് എ ലോട്ട് ടു ക്യാച്ച് ഇറ്റ്സ് പ്രേ. സോ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് റിക്വയർമെൻറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ പെർട്ടിക്കുലർ അനിമൽ. ഓക്കെ, സോ അതിൻ്റെ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ, പിന്നെ അതെങ്ങനെയാണോ അതിൻ്റെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ന്യൂട്രിയൻസിനെ, ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസിനെ അതെങ്ങനെയാണോ അബ്സോർബ് ചെയ്യുന്നത്. ഓൾ ദീസ് തിങ്സ് ഇൻക്ലൂഡ് ദി ന്യൂട്രീഷൻ ഇൻ അനിമൽസ്. The human digestive system consists of the alimentary canal and secretory glands. So നമ്മൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഫുൾ alimentary canal എന്നാണ് പറയുന്നത്. അതിൽ ഗ്ലാൻഡ്സ് ഇൻക്ലൂഡഡ് ആണ്. സോ ദീസ് ടു കോമ്പണൻസ് ആർ മെയിൻലി ദെയർ ഇൻ ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. And we also learned that നമ്മുടെ human digestive system is divided into 6 compartments. So what are they? It consists of buccal cavity, esophagus, stomach, small intestine, large intestine ending in rectum and anus. So ഈ 6 കാര്യങ്ങളാണ്, ഈ 6 കമ്പാർട്ട്മെന്റ്, 6 ഡിവിഷൻസ് ആണ് നമ്മൾ ഹ്യൂമൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഉള്ളത്. സോ നമ്മൾ ഗ്ലാൻഡ്സ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഗ്ലാൻഡ്സ് ആർ സംതിങ് ദാറ്റ് സെക്രീറ്റ്സ് സം കൈൻഡ് ഓഫ് ജ്യൂസ് ഓർ സം കൈൻഡ് ഓഫ് ഹോർമോൺ. ഓക്കെ, അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദോസ് വീഡിയോസ്, അത് കണ്ടതിന് ശേഷം ഇഫ് യു വാച്ച് ദിസ് വീഡിയോ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ. Okay, the main digestive glands which secrete digestive juices are salivary glands, നമ്മുടെ വായിലുള്ള salivary glands, പിന്നെ liver and pancreas. ഈ 3 glands ആണ് നമ്മൾ digestive systemൽ മെയിൻ ആയിട്ടുള്ളത്. The stomach wall and the wall of the small intestine also secretes digestive juices. So stomachന്റെ വാളും small intestineന്റെ വാളും ഇത് രണ്ടും digestive juices secrete ചെയ്യുന്നതാണ്. But they are not glands. Okay, ഗ്ലാൻഡ്സ് ഏതൊക്കെയാണോ, സെലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ലിവറിൽ ഗാൽ ബ്ലാഡർ പറഞ്ഞ സ്ഥലത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ബൈൽ ജ്യൂസ്. ഓക്കെ, ദ മോഡ്സ് ഓഫ് ഫീഡിങ് വേരി ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം. ഓരോ ഓർഗാനിസത്തിൽ ഓരോ രീതിയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. വി ലേൺഡ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് എങ്ങനെയാണ് കഴിക്കുന്നത് അത് നമുക്കറിയാം. At the same time, we learned about amoeba. Amoeba is a unicellular organism. അതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, that also we have learned. So we can see that the mode of nutrition in both these organisms is completely different. അല്ലേ? Nutrition is a complex process involving ingestion, digestion, absorption, assimilation and digestion. So nutrition എന്ന നമ്മൾ ഈ entire digestive systemത്തിന്റെ process, what is the requirement for digestive system? To absorb the nutrients from the food that we eat. അല്ലേ? അവസാനം എന്താ, നമ്മളെ എൻഡ് ഗോൾ എന്താ, നമുക്ക് നമ്മളെ ബോഡിക്ക് ശക്തി ഉണ്ടാവണം ടു പെർഫോം ഇറ്റ്സ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. അല്ലേ? സോ ന്യൂട്രീഷനിൽ 5 ഡിവിഷൻ, ലൈക്ക് 5 സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ന്യൂട്രീഷനെ ആക്സസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് 5 സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ആർ ദോസ് സ്റ്റെപ്സ്? ഫസ്റ്റ് ഇസ് ഇൻജക്ഷൻ. ഇൻജക്ഷൻ പറഞ്ഞാൽ ഭക്ഷണത്തിനെ ഇൻടേക്ക് ചെയ്യുക, ഇൻജക്ഷൻ. ഓക്കെ, ഇൻടേക്ക് അങ്ങനെ. സോ ഫുഡിനെ നമ്മൾ ഫസ്റ്റ് ഇൻടേക്ക് ചെയ്തു, അതിനുശേഷം ഡൈജഷൻ ചെയ്യുന്നു. ആ ഫുഡിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് അതിനെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് വിൽ ബി ബ്രേക്കിംഗ് ഡൗൺ ദാറ്റ് ഫുഡ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. സോ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുന്നു. ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ നമ്മൾ ചെയ്യുന്നത്, ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ന്യൂട്രിയൻസ് ഉള്ള ന്യൂട്രിയൻസിനെ നമ്മൾ
ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ബോഡിയിലേക്ക് എവിടെയാണ് അബ്സോർബ് ചെയ്യുന്നത്? നമ്മൾ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. ഓക്കെ, അബ്സോർബ്. സോ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താവും? നമ്മൾ ഈ ബ്ലഡ് കാപ്പിലറീസ് ആണോ അബ്സോർബ് ചെയ്യുന്നത്. സോ നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് എത്തുന്നു, പ്രോട്ടീൻസ് എത്തുന്നു, ഫാറ്റ്, എന്തൊക്കെയാണോ നമ്മൾ ന്യൂട്രിയൻസ് ഉള്ളത് വെച്ചാൽ അത് എത്തുന്നു. ആൻഡ് ദെൻ ദ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദി ആർട്ടറീസ് ആൻഡ് വെയിൻസ് ആൻഡ് ഇറ്റ് റീച്ചസ് ദി അതർ സെൽസ്, all parts of the body. It reaches the cells with the help of blood capillaries again. And ആ സെൽസ് ഈ ബ്ലഡിൽ നിന്നും കിട്ടിയ ന്യൂട്രിയൻസിനെ എടുത്തിട്ട് അതിനെ റിക്വയർഡ് പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഇറ്റ് വിൽ കൺവേർട്ട് ദാറ്റ് ന്യൂട്രിയൻസ് ഇൻ ടു ദ ഫോം ഓഫ് ന്യൂട്രിയൻസ് വിച്ച് ഇസ് റിക്വയർഡ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് അസിമിലേഷൻ. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ന്യൂട്രിയൻസിനെ കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അസിമിലേഷൻ എവിടെയാണ് നടക്കുന്നത്? സെൽസ്, ഈച്ച് ഇൻഡിവിജ്വൽ സെൽസിലാണ് നടക്കുന്നത്. പിന്നെ എജഷൻ. എജഷൻ പറഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ്, ഈ വേസ്റ്റ് എക്സ്ട്രാ ഫുഡ്, അൺഡൈജസ്റ്റഡ് ഫുഡ്, ഇതിനെയൊക്കെ നമ്മളെ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യുക അല്ലെങ്കിൽ പുറത്തേക്ക് കളയുക, അതിനാണ് എജഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 5 steps ഓഫ് ദി ന്യൂട്രിഷൻ. Digestion of carbohydrates like starch begins in the buccal cavity. ഓക്കെ, സോ നമ്മളിത് പഠിച്ചിരുന്നു. ഡൈജഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എവിടെയാണ് നടക്കുന്നത്? നമ്മൾ വായിൽ തന്നെ, സലൈവറി ഗ്ലാൻസ് ആണ് അതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. സോ സലൈവ helps in breaking down carbohydrates or starch into simpler forms which is sugar. The digestion of protein starts in the stomach. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്തുള്ള ഡൈജസ്റ്റഡ് ജ്യൂസസ് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും into amino acids. The bile secreted from the liver, the pancreatic juice from the pancreas, and the digestive juice from the intestinal wall complete the digestion of all components of food in the small intestine. So, bile എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന? It helps in the breaking down of fats into fatty acids and glycerol. So, ഈ 3 കോമ്പണൻറ്റ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്, ഈ 3 കോമ്പണൻറ്റിൻ്റെതും ഡൈജഷൻ small intestine നടക്കുന്നതാണ്. The digested food is absorbed in the blood vessels from the small intestine. So that process is absorption. Okay. The absorbed substances are transported to different parts of the body. Water and some salts are absorbed from the undigested food in the large intestine. So assimilation വേണ്ടിയിട്ട് ഈ അബ്സോർബ് ചെയ്ത സബ്സ്റ്റൻസ് ഫുൾ ബോഡി പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്ന് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞ ഫുഡില്ലേ, ആ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ഫുഡില്ലേ, അത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവിടെ ഇനി ആ അൺഡൈജസ്റ്റഡ് ഫുഡിൽ നിന്ന് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള സോൾട്ട്സ് എടുക്കും. പിന്നെ അതിൽ എക്സസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അബ്സോർബ് ചെയ്തെടുക്കുന്നത്, ഈ പ്രോസസ്സ് നടക്കുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ അകത്താണ്. The undigested and unabsorbed residues are expelled out of the body and as feces through the anus. ഓക്കെ, നമ്മൾ ബോഡിയിലുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഫീസസ് ആയിട്ട് anus എന്ന ബോഡി പാർട്ട് കൂടി പുറത്തേക്ക് പോകുന്നതാണ്. The grazing animals like cows, buffaloes and deer are known as ruminants. അതെന്താ അവരെ ruminants എന്ന് പറയാൻ കാരണം? Because they have അവരുടെ ബോഡിയിൽ, അവരുടെ സ്റ്റൊമക്കിൻ്റെ അകത്ത് ഒരു ഓർഗൻ ഉണ്ട് known as rumen. സോ ആ ബോഡി പാർട്ടിൽ, ആ rumen എന്ന ബോഡി പാർട്ടിൽ ഈ ഈ ആനിമൽസ് കഴിക്കുന്ന ഗ്രാസ് അതൊക്കെ പോയിട്ട് അവിടെ സ്റ്റോർ ആവും. എന്നിട്ട് ഇറ്റ് ഈസ് പാർഷ്യലി ഡൈജസ്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ആസ് കഡ്, CUD, കഡ് പറഞ്ഞ ഒരു ഫോർമേഷനിലാണോ അതുണ്ടാവുക. പിന്നെ അത് കുറേ കഴിഞ്ഞിട്ട് അത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ കഡിൻ്റെ സ്മോൾ പാർട്സ് അതിൻ്റെ വായിലേക്ക് വരും. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട് chewing it and then the normal digestion process takes place. Later the food returns to the mouth and the animal chews it peacefully. Okay. They quickly ingest, swallow the leafy food and store in the rumen. Later the food returns to the mouth and animal chews it peacefully. Amoeba ingests its food with the help of its false feet or pseudopodia. The food is digested in the food vacuole. So amoeba and food digestion എങ്ങനെയാ? It's a unicellular organism. We know that. So അത് അതിൻ്റെ സെല്ലിൻ്റെ ഷേപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഫുഡ് ഉണ്ടെന്ന് അതിനറിഞ്ഞാൽ ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ് ഓഫ് ദ സെൽ. അപ്പോൾ അത് ആ ഫുഡിൻ്റെ സറൗണ്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ 2 കൈ പോലത്തെ സാധനം ഇങ്ങനെ വന്നിട്ട് ആ ഫുഡിനെ ഫുഡ് വാക്യൂളിലേക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് ആ ഫുഡിനെ അവർ ഇൻജസ്റ്റ് ചെയ്യും. ആൻഡ് ദെൻ ദേ യൂസ് ദ ന്യൂട്രീഷൻ ഔട്ട് ഓഫ് ദാറ്റ് ഫുഡ് ആൻഡ് ദെൻ ഫൈനലി adjust it out of their body through another food vacuole.
അമീബേൻ്റെ ഫുഡ് കഴിക്കുന്ന രീതി, ദ പ്രോസസ് ഓഫ് ദി അമീബ ഈറ്റിംഗ് ഇറ്റ്സ് ഫുഡ്, ഇറ്റ് ഈസ് നോൺ ആസ് ഫാഗോസൈറ്റോസിസ്. Alright, so this was the summary. Then let's quickly വേഗം നമുക്ക് ഇമ്പോർട്ടൻറ്റ് പാർട്സും പിന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും നോക്കാം. സോ ഇതിൽ നിങ്ങൾക്ക് അനിമൽ ന്യൂട്രീഷൻ ഇൻക്ലൂഡ്സ് ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്, മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് യൂട്ടിലൈസേഷൻ ഇൻ ദ ബോഡി. ഇവിടെ ഓൾറെഡി ഇത് ബോൾഡ് ആയിട്ടുണ്ട്. പ്ലീസ് അണ്ടർലൈൻ ദാറ്റ്. നിങ്ങൾ പെൻസിൽ എടുക്കൂ, അണ്ടർലൈൻ ചെയ്യൂ. ഓക്കെ. പിന്നെ ഇവിടെ ഡൈജഷൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. പ്ലീസ് അണ്ടർലൈൻ ദിസ്. The components of food, such as carbohydrates, are complex substances. These complex substances cannot be utilized as such, so they are broken down into simpler substances. The breakdown of complex components of food into simpler substances is called digestion. This paragraph na full underline cheyu. Okay. Pinna ee table activity 2.1 le table 2.1 le you need to know the different modes of feeding. So ഇവിടെ താഴെ സ്ക്രേപ്പിംഗ്, ചൂയിങ്, സിഫനിങ്, ക്യാപ്ചറിങ് ആൻഡ് സ്വാലോയിങ്, സ്പോഞ്ചിങ്, സക്കിങ്, ഇതിൻ്റെ ഒക്കെ ഡെഫിനേഷൻസ് ഞാൻ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ ടേബിൾ ഫില്ലും ചെയ്തിട്ടുണ്ട്. സോ യു നീഡ് ടു നോ ദിസ് ടേബിൾ. ദിസ് വിൽ ബി എ ക്വസ്റ്റ്യൻ ഇൻ ദി എക്സാം. സോ ഈ ടേബിൾ 2.1 ക്ലിക്ക് ചെയ്യൂ. ഈ ബ്ലൂ ബോക്സിലെ സ്റ്റാർ ഫിഷിനെ പറ്റി, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ഇറ്റ്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിച്ച് ഓർമ്മിച്ച് വെക്കുക. സോ ഡൈജഷൻ ഇൻ അനിമൽ സ്റ്റാർട്ട് ചെയ്യുമ്പം യു ക്യാൻ സി ഇവിടെ ദ കനാൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വേരിയസ് കമ്പാർട്ട്മെൻറ്റ്സ്. ദ ബക്കൽ ക്യാവിറ്റി, ഫുഡ് പൈപ്പ്, ഈസോഫേഗസ്, സ്റ്റൊമക്. ഈ പാരഗ്രാഫിലെ ദ കനാൽ മുതൽ ഫുൾ പാരഗ്രാഫ് ഇവിടം വരെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് എഴുതിയിട്ടില്ല. ഇവിടെ ബോൾഡായിട്ട് ഈ ഡയഗ്രാമിൻ്റെ താഴെ അവിടം വരെ നിങ്ങൾ അതിനെ മാർക്ക് ചെയ്യണം. അതിന് യു ഷുഡ് നോ. ആൻഡ് ഈച്ച് കമ്പാർട്ട്മെൻറ്റിനെ പറ്റി യു ഷുഡ് നോ ഈച്ച് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ. സോ ഇനി അങ്ങോട്ടൊന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് റെലവെൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കാണാം. സോ മൗത്ത് ആൻഡ് ബക്കൽ ക്യാവിറ്റി, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് യു ഷുഡ് നോ അബൌട്ട് വാട്ട് ഇസ് മിൽക്ക് ടീത്ത്, വാട്ട് ഇസ് പെർമനൻറ്റ് ടീത്ത്. ഓക്കെ, ദിസ് ഇസ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മിൽക്ക് ടീത്ത് എന്ന് ചോദിക്കേണ്ടാവും, വാട്ട് ഇസ് പെർമനൻറ്റ് ടീത്ത് എന്ന് ചോദിക്കും. ആൻഡ് യു ഷുഡ് ഓൾസോ നോ 4 ടൈപ്സ് ഓഫ് ടീത്ത് ഏതൊക്കെയാണോ. ഇൻസിസർ, കെനൈൻ, പ്രീമോലാർ, മോലാർ. ഈ 4 ടൈപ്പ് ഓഫ് ടീത്തും അവരുടെ ഫങ്ഷൻസും ഇതറിയണം. ഓക്കെ. സോ വാട്ട് ഈസ് ഇൻജെഷൻ? ദ ഫുഡ് ഇസ് ഇവിടെ അണ്ടർലൈൻ ചെയ്യൂ. ദ ഫുഡ് ഇസ് ടേക്കൺ ഇൻ ടു ദ ബോഡി ത്രൂ ദ മൗത്ത്. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഫുഡ് ഇൻ ടു ദ ബോഡി ഈസ് കോൾഡ് ഇൻജെഷൻ. We chew the food with the teeth and break down mechanically into small pieces. ഇവിടം വരെ അണ്ടർലൈൻ ചെയ്യൂ. That is important. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ടീത്തിൻ്റെ പേരും അവരെ ഫങ്ഷനും ഇതും അറിയണം. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈ ആക്ടിവിറ്റി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇഫ് ദേ ആസ്ക് പ്രൂവ് ദാറ്റ് നമ്മളെ ഫുഡ് നമ്മളെ വായിൽ തന്നെയാണോ ഡൈജസ്റ്റ് ആവുന്നത്, നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദ ഫുഡ് ഇസ് ഗെറ്റിംഗ് ഡൈജസ്റ്റഡ് ഇൻ ദ മൗത്ത് ഇറ്റ് സെൽഫ്. സോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ദാറ്റ് ദ ഡൈജഷൻ പ്രോസസ് സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത് ഇറ്റ് സെൽഫ്, പ്രൂവ് ദ ആൻസർ. അങ്ങനെ പറയുമ്പോൾ യു ക്യാൻ ടെൽ ദാറ്റ് നമ്മളെ വായിൽ നമ്മൾ ഫുഡ് ഇട്ട് 3 to 5 minutes chew ചെയ്യുമ്പം അത് സ്റ്റാർച്ച് ഷുഗറിലേക്ക് കൺവേർട്ട് ആവുന്നു. സോ വി ക്യാൻ പ്രൂവ് ദാറ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ആക്ടിവിറ്റി 2.3. സോ ഈ ആക്ടിവിറ്റി 2.3ൻ്റെ ഫുൾ ദ സലൈവ ബ്രേക്സ് ഡൗൺ ദ സ്റ്റാർച്ച് ഇൻ ടു ഷുഗേഴ്സ് ഇവിടം വരെ മാർക്ക് ചെയ്യണം. ആൻഡ് ദിസ് കുഡ് ബി എ 3 marks question, or else they can ask a 1 mark question that the saliva breaks down starch into sugars. So സലൈവ എന്തിനാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഇൻ ടു വാട്ട്, അങ്ങനെ ചോദിക്കാം. സോ ദാറ്റ് സെൻറ്റൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ബ്ലൂ ബോക്സിൽ സ്വീറ്റ് ആൻഡ് ടൂത്ത് ഡീകേ, ഇതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടാവും ദാറ്റ് എങ്ങനെയാണ് പല്ല് ചീത്തയാവുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ സ്വീറ്റ്, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ദ റീസൺ ഇസ് നമ്മൾ ഈ ബാക്ടീരിയ ഷുഗർ ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ ഉള്ള സമയത്ത് ഈ ബാക്ടീരിയ നമ്മളെ വായിലുള്ള ബാക്ടീരിയ വന്നിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് റിലീസസ് ആസിഡ്. സോ ആ ആസിഡ് കാരണമാണ് നമ്മൾ പല്ല് ചീത്തയാവുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ബ്ലൂ ബോക്സിൽ നിന്നും യു ക്യാൻ ഗെറ്റ് വൈ ഡു വി ഗെറ്റ് ഹിക്കപ്സ് ഓർ കഫ് വെൻ വി ഈറ്റ് ആൻഡ് ടോക്ക്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ യു ഷുഡ് ടെൽ ദാറ്റ് നമ്മളെ ത്രോട്ടിൽ വിൻ പൈപ്പും ഫുഡ് പൈപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലിഡാണ് ഉള്ളത്.
സോ നമ്മൾ ഭക്ഷണം ഇറക്കുമ്പം വിൻ പൈപ്പിൻ്റെ ലിഡ് പൂട്ടിയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് അഥവാ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം ഇറക്കാൻ നോക്കുകയാണെങ്കിൽ ആ വിൻ പൈപ്പിൻ്റെ ലിഡ് തുറന്നിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഫുഡ് പാർട്ടിക്കിൾ പോവുണ്ടാവും. സോ നമ്മളെ ബോഡി ആ ഫുഡ് പാർട്ടിക്കിളിനെ പുറത്തേക്ക് തള്ളേണ്ടിയിട്ടാണ് ചുമയ്ക്കുന്നത്. സോ ഈ ബ്ലൂ ബോക്സിനെ മാർക്ക് ചെയ്യൂ. ദിസ് ഹാഡ് കം, ഐ റിമെമ്പർ 2 കൊല്ലം മുമ്പ് ഈ ക്വസ്റ്റ്യൻ ആനുവൽ എക്സാമിൽ വന്നിരുന്നു. സോ പ്ലീസ് ഡു മാർക്ക് ഇറ്റ്. ഓക്കെ, അത് ബ്ലൂ ബോക്സിലാണെന്ന് വെച്ചിട്ട് അതിനെ ഇഗ്നോർ ചെയ്യണ്ട. സോ ഈ ഫിഗർ 2.6 ടങ്ങും ടങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റ് റീജിയൻസും. സോ ദിസ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ഓർ 2 മാർക്ക് ക്വസ്റ്റ്യൻ. സോ ഇതിൽ ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റീജിയൻ എന്തൊക്കെയാണെന്ന്. ബസ്റ്റിൽ ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം. ഈ ടങ്ങിൻ്റെ ടിപ്പിലുള്ളത് ഷുഗറാണു, പിന്നെ അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിൽ സോർ, പിന്നെ പുളി ടേസ്റ്റ്, അതിൻ്റെ പിന്നിൽ സോൾട്ട്, ഏറ്റവും പിന്നിൽ ബിറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഫുഡ് പൈപ്പ് ഓർ ഈസോഫേഗസ്. ഈ ഫിഗർ 2.6 മാർക്ക് ചെയ്യൂ കേട്ടോ. യു നീഡ് ടു നോ ദിസ് ഡയഗ്രാം. ഫുഡ് പൈപ്പ് ഈസോഫേഗസിനെ പറ്റി ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്തോളൂ. ഇനി അങ്ങോട്ട് ലൈക്ക് ഈച്ച് ആൻഡ് എവറി കമ്പാർട്ട്മെൻറ്റിൽ അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തോളൂ. എല്ലാം നിങ്ങൾ പഠിക്കണം. സോ ഈ 2.7 അഥവാ വെറും ഈസോഫേഗസ് ഫുഡ് പൈപ്പിനെ പറ്റി മാത്രമാണെന്ന് ചോദിച്ചു വെച്ചാൽ ഇവിടെ എഴുതിയ ഈ ഈസോഫേഗസിനെ പറ്റി മുഴുവൻ എഴുതിയതിന് ശേഷം യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ ദിസ്. ഇഫ് ഇറ്റ് ഇസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ, ഓക്കെ, യു ഷുഡ് ബി ഏബിൾ ടു ഡ്രോ 2.7 ഡയഗ്രാം. പിന്നെ പറയാനില്ലല്ലോ, ഈ മെയിൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം 2.2 ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഫുള്ളായിട്ട് വരും, ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് അഥവാ നിങ്ങളോട് ഡൈജസ്റ്റീവ് സിസ്റ്റം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി ചോദിച്ചു ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്സ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചതാണെങ്കിൽ ഒരു ഓവർവ്യൂ കൊടുക്കുക, 2-3 സെൻറ്റൻസിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്താണ്, ഇൻജക്ഷൻ, അതിനെ പറ്റിയൊക്കെ പറയാം. പിന്നെ അതിനുശേഷം ഈച്ച് കമ്പാർട്ട്മെൻറ്റിനെ പറ്റി 2 സെൻറ്റൻസ് എഴുതുക. ഓക്കെ, ആൻഡ് ഡ്രോ ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം. എല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് കമ്പാർട്ട്മെൻറ്റിനെ പറ്റി അന്നേരം 5 മാർക്സിനൊക്കെ ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റൊമക്കിൻ്റെതും ഫുൾ അണ്ടർലൈൻ ചെയ്യൂ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെതും ഫുൾ അണ്ടർലൈൻ ചെയ്യൂ. സ്റ്റൊമക്കിൽ നിന്നും 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതിൽ എന്തൊക്കെയാണോ സെക്രീറ്റ് ആവുന്നത് ലൈനിങ് ഓഫ് ദി സ്റ്റൊമക്കിന്. So that time you can say mucus, hydrochloric acid and digestive juices. പിന്നെ നെക്സ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോൾ യു ക്യാൻ പോസ് ദ വീഡിയോ ആൻഡ് നോട്ട് ഡൗൺ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അണ്ടർലൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഐ ജസ്റ്റ് സ്ലോ ഡൗൺ ബെറ്റർ. ഓക്കെ, സോ നമ്മൾ സ്റ്റൊമക്കിൽ ഈ പ്രോട്ടീൻസിനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടീൻസ് ആർ broken down into simpler substances which is amino acids. You should know that. അതും വേറൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Carbohydrate or starch get converted into sugar. പിന്നെ proteins get converted into amino acids. Fats get converted into simpler substances, that is fatty acids and glycerols. These 3 can be one of the 1 mark questions. പിന്നെ വേറൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ അതിൻ്റെ ലെങ്ത് എത്രയാണ്? 7.5 മീറ്റർ. പിന്നെ ലിവർ ഏത് ജ്യൂസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ബയൽ ജ്യൂസ്. ഓക്കെ, ആൻഡ് വെയർ ഇസ് ബയൽ ജ്യൂസ് സ്റ്റോർഡ്? ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ഗാൽ ബ്ലാഡർ. ആൻഡ് ലിവർ ഹെൽപ്സ് ദ ബയൽ ജ്യൂസ് ഹെൽപ്സ് ഇൻ ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ഫാറ്റ്സ്. പിന്നെ പാൻക്രിയാസ് എന്താ? പാൻക്രിയാസ് എന്തിനെയാണു സെക്രീറ്റ് ചെയ്യുന്നത്? അത് ഇൻസുലിൻ പറഞ്ഞൊരു ഹോർമോണിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ജ്യൂസ്, പാൻക്രിയാറ്റിക് ജ്യൂസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻസ്, ഇത് 3 എണ്ണത്തിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ടു ബ്രേക്കിംഗ് ദം ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. പിന്നെ സ്റ്റൊമക്കിൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തൂടെയും സെക്രീഷൻസ് ഉണ്ട്, സ്മോൾ ഇൻറ്റെസ്റ്റൈനിൻ്റെ ലൈനിങ്ങിൻ്റെ അകത്തൂടെയും സെക്രീഷൻസ് ഉണ്ട്. പിന്നെ ഇതിൽ നിന്നും അങ്ങനെയൊന്നും വരില്ല, ഈ ബ്ലൂ ബോക്സിൽ നിന്നും. ഇവിടെ the carbohydrates get broken down into simpler sugars as glucose, fats into fatty acids and glycerol, proteins into amino acids. ഇതിനെ അണ്ടർലൈൻ ചെയ്യും. പിന്നെ absorption എന്താണ്? That is a paka question, like one of the paka questions. The digested food can now pass into the blood vessels in the wall of the intestine. This process is called absorption. പിന്നെ വേറൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് എന്താണു? വിലൈ എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ഫിംഗർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് എന്താണെന്ന് ചോദിക്കാം. സോ യു ഹാവ് ടു റൈറ്റ് വിലൈ. ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെതും ഫുൾ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ.
ദിസ് ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. എക്സാമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതാം, വലുതാക്കി ഇത്ര തന്നെ ഫുള്ളായിട്ട് എഴുതാം, ഡിപ്പെൻഡിങ് ഓൺ മാർക്സ്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ അതിനെ ചെറുതാക്കി എഴുതണം. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഫുള്ളായിട്ട് എല്ലാ കമ്പാർട്ട്മെൻറ്റിനെ പറ്റിയും പറയണം ഫോർ 5 മാർക്സ് ആവുമെന്ന് വെച്ചാൽ എല്ലാത്തിനെയും പറ്റി 2-3 സെൻറ്റൻസിൽ അതിൻ്റെ എല്ലാ സംഭവവും ഒരു 2-3 സെൻറ്റൻസിൽ ഷോർട്ടായിട്ട് എഴുതാം. പക്ഷേ അഥവാ അത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണോ ഇത് ഫുൾ എന്ന് വന്നു വെച്ചാൽ എല്ലാത്തിനെ പറ്റി എഴുതണം. ഓക്കെ, പിന്നെ അസിമുലേഷൻ എന്താണോ അതിൻ്റെ ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്യൂ. പിന്നെ ഈ സെല്ലിൽ എന്താണ് നടക്കുന്നത്, ഗ്ലൂക്കോസ് ബ്രേക്സ് ഡൗൺ, ഇതും അണ്ടർലൈൻ ചെയ്തു. ദിസ് ക്യാൻ ബി എ 1 മാർക്ക് ക്വസ്റ്റ്യൻ. In the cell, glucose breaks down with the help of oxygen into carbon dioxide and water and energy is released. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എത്രയാണോ 1.5 മീറ്റർ. അതിലെന്തൊക്കെയാണോ അബ്സോർബ് ആവുന്നത്, സോൾട്ട്സും പിന്നെ വെള്ളവും എക്സസ് വാട്ടറും. പിന്നെ എജഷൻ എന്താണോ ദാറ്റ് ഡെഫിനേഷൻ ഓൾസോ. പിന്നെ ORS എന്താണോ, ഈ ബ്ലൂ ബോക്സിൽ നോക്കിയാണ് ORSൻ്റെ ഫുൾ ഫോം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ആൻഡ് ORS എന്താണോ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആ സെൻറ്റൻസ് എഴുതുക. ദാറ്റ് ബോയിൽ ചെയ്ത് കൂൾ ചെയ്ത വാട്ടറിൽ സോൾട്ടും ഷുഗർ ആഡ് ചെയ്താൽ ORS ഉണ്ടാക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് ഇസ് ഡൈജഷൻ ഇൻ ഗ്രാസ് ഈറ്റിംഗ് ആനിമൽസ്. ഇതിൽ എന്തൊക്കെ അണ്ടർലൈൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെതും ഫുൾ അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ ഇതിൻ്റെ അങ്ങോട്ട് കുറച്ച് ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആക്ച്വലി ഉള്ളതിൽ നിന്നും they quickly swallow the grass and store it in a part of the stomach called rumen. അവിടം വരെ അണ്ടർലൈൻ ചെയ്യുക. rumen എന്താണോ, ഇറ്റ് ഇസ് എ പാർട്ട് ഇൻ ദ സ്റ്റൊമക്ക്. ഇറ്റ്സ് എ sac like part in the stomach. Here the food gets partially digested and is called cud. ഇതും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് യൂഷ്വലി. ഐ ഹാവ് ഒബ്സർവ് 3 to 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ റുമിനൻസിൻ്റെ ഡൈജഷൻ പ്രോസസ്സിനെ പറ്റി പറയുക. അപ്പം നിങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞ സ്ഥലത്ത് മുതൽ അണ്ടർലൈൻ ചെയ്യുക. Later, cud returns to the mouth in small lumps and the animal chews it. This process is called rumination and these animals are called ruminants. ഇവിടെ മാർക്ക് ചെയ്യൂ. പിന്നെ the grass is rich in cellulose. Humans cannot digest cellulose. Some animals only can. അവിടം വരെ മാർക്ക് ചെയ്യൂ. പിന്നെ ruminants have a large sac-like structure. Cellulose of the food is digested. ഇത് ഫുൾ ഈ പാരഗ്രാഫ് ഫുൾ മാർക്ക് ചെയ്യുക. സോ നോട്ട് പ്രസൻറ്റ് ഇൻ ഹ്യൂമൻസ് വരെ മാർക്ക് ചെയ്യുക. സോ ഇത് ruminantsനെ പറ്റി പറഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് എഴുതാം. ഫോർ ഷുവർ മാർക്സ് കിട്ടും. ഈ ഡയഗ്രാം ഇസ് നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ ഡയഗ്രാമിനെ പറ്റിയൊന്നും വന്നിട്ടില്ല. സോ വെറുതെ അറിഞ്ഞിരിക്കാൻ നല്ലതാണ്, പക്ഷേ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ 2.9 ഡയഗ്രാം ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഇസ് ഫീഡിങ് ആൻഡ് ഡൈജഷൻ ഇൻ അമീബ. സോ ഇതിൽ അമീബ ഇസ് എ മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം. ഇത് ഫുൾ മാർക്ക് ചെയ്യൂ. സൂഡോപോഡിയ, ക്യാപ്ചർ ഓഫ് ഫുഡ്, ഇവിടം വരെ മാർക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ ഈ അമീബേൻ്റെ ഡയഗ്രാം അല്ലേ, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഡയഗ്രാം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ഡയഗ്രാം കാണിച്ചിരുന്നു. ഈ അമീബേനെ പറ്റി പഠിപ്പിക്കുമ്പോൾ ഒരു ഡയഗ്രാം കാണിച്ചിരുന്നു. അതിൽ നിന്നും ഏതെങ്കിലും 2 പാർട്സ് പറഞ്ഞാൽ ഇൻജക്ഷനും എജക്ഷൻ്റെ പാർട്സ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്ത് കാണിക്കാം. ഓർ എൽസ് യു ക്യാൻ ഡ്രോ ദിസ് ഡയഗ്രാം ഓൾസോ, നോ പ്രോബ്ലം. സോ ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഫുള്ളായിട്ട് അണ്ടർലൈൻ ചെയ്യൂ. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ വെൻ ഇറ്റ് സെൻസസ് ഫുഡ് ഇല്ലേ, അവിടുന്ന് അണ്ടർലൈൻ ചെയ്യൂ. ബട്ട് യു ക്യാൻ അണ്ടർലൈൻ അമീബ ഫീഡ്സ് ഓൺ സം മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, അവിടുന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫുഡ് വാക്യൂൾ, ഓക്കെ. പിന്നെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ്, ബ്രേക്ക് ഡൗൺ ഔട്ട്സൈഡ്. ഈ നെക്സ്റ്റ് പാരഗ്രാഫിൽ ദി അൺഡൈജസ്റ്റഡ് റെസിഡ്യൂ ഓഫ് ദ ഫുഡ് ഇസ് എക്സ്പെൽഡ് ഔട്ട്സൈഡ് ദ വാക്യൂൾ, ഇവിടം വരെ അണ്ടർലൈൻ ചെയ്യും. സോ അമീബനെ പറ്റി ചോദിച്ചാൽ ഈ മൊത്തത്തിന് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എഴുതാം. ഇഫ് ഇറ്റ് ഇസ് ഫോർ എ ലാർജ് എമൗണ്ട് ഓഫ് മാർക്സ്, ഓർ ഇഫ് ഇറ്റ് ഇസ് ഫോർ ചെറിയ മാർക്കിലാണെങ്കിൽ, ചെറിയ മാർക്ക് പറഞ്ഞാൽ 2-3 മാർക്കാണെങ്കിൽ you can just write it and just draw a diagram, concise form ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. സൂഡോപോഡിയ is very important and the process of their food eating, അതിനെ ഫാഗോസൈറ്റോസിസ് എന്നാണ് പറയുക. അത് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ ആ ടേം യൂസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ്, വാവ് ഈ കുട്ടിക്ക് ഇത്ര അറിയാലോ എന്നുള്ള ഒരു രീതിയിൽ ടീച്ചേഴ്സ് ക്യാൻ ഗിവ് യു എക്സ്ട്രാ ഹാഫ് മാർക്ക് ഓർ 1 മാർക്ക്. സോ യൂസ് ദാറ്റ് ടേം ഫാഗോസൈറ്റോസിസ്. ഞാനിവിടെ സ്പെല്ലിംഗ് എഴുതാം. ഓക്കെ, ഓൾ റൈറ്റ്. സോ അതൊക്കെയാണോ ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മളിനി എക്സസൈസ് ക്വസ്റ്റ്യൻസും കൂടി തീർത്താൽ ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, നിങ്ങളൊന്ന് ഫീഡ്ബാക്ക് തരൂ. ആർ യു ഫൈൻഡിങ് ദിസ് നോട്ട്സ് ആൻഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ തരുന്നത്, ഡിഡ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ എന്നൊന്ന് ഫീഡ്ബാക്ക് തരൂ. എന്നാലും ഞാൻ അടുത്ത ക്ലാസ് മുതൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നതായിരിക്കും അതിൽ നിന്നും. ഓക്കെ, ഓർ ഡു യു ജസ്റ്റ് വോണ്ട് ഞാൻ സമ്മറിയും എക്സസൈസ് മാത്രം ചെയ്താൽ മതിയോ, അല്ല ഞാൻ സമ്മറി
പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യിപ്പിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ എക്സസൈസ് ചെയ്യുന്നതാണോ വേണ്ടത്? പ്ലീസ് കമൻസിൽ പറയൂ കേട്ടോ. ഞാൻ അതിനനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so let's look into this. The first question is fill in the blanks. The main steps of nutrition in humans are dash dash. There are 5 steps. We know that, which is ingestion, digestion, absorption, assimilation, digestion. ഈ 5 സ്റ്റെപ്പാണ് നമ്മുടെ ന്യൂട്രീഷൻ പ്രോസസ്സിലുള്ള സ്റ്റെപ്സ്. The largest gland in the human body is, oh, this is a very important 1 mark question. So that is liver. The stomach releases HCl and dash juices which act on food, digestive juices. The inner wall of the small intestine has many finger-like outgrowths called villi. So ഇവിടെ തന്നെ നിങ്ങൾക്ക് 1 mark questions കുറച്ച് കാണാനുണ്ട്. Amoeba digests its food in the food vacuole. Okay. Next, true or false ആണു. Digestion of starch starts in the stomach. ഇത് കണ്ടോ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ വിചാരിക്കും ആണോന്ന്, ബട്ട് വി നോ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ദാറ്റ് സലൈവ കാരണമാണു വായിൽ തന്നെ ബക്കൽ ക്യാവിറ്റിയിൽ തന്നെ നമ്മൾ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതാണു. സോ the starch gets converted into sugar. So the answer is obviously false. The tongue helps in mixing food with saliva. True. The gallbladder temporarily stores bile. ട്രൂ അല്ലേ, അതിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്, പഠിച്ചിരുന്നു നമ്മൾ. The ruminants bring back swallowed grass into their mouth and chew it for some time. True. കഡ് പറഞ്ഞാൽ ആ swallowed grass which is brought back, not the process. Okay, please don't misunderstand. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെയാണ് ശരിയെന്ന് ടിക്ക് ചെയ്യാൻ. Fat is completely digested in the small intestine. Water from the undigested food is absorbed mainly in the large intestine. Match the items of column 1 with those of column 2. Food components, products of digestion. Carbohydrates. Okay, it's the simpler forms. We just discussed this. Carbohydrates digest ആയി കഴിഞ്ഞാൽ അത് ഷുഗർ ആവും. പ്രോട്ടീൻ ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് അമീനോ ആസിഡ്സ് ആവും. ഫാറ്റ്സ് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾ ആവും. So next question is, what are villi? What is their location and function? So villi എന്താണ്? villi നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ അകത്തുള്ള ഫിംഗർ ലൈക്ക് ഔട്ട്ഗ്രോത്ത് ആണ്. So the inner walls of the small intestine have thousands of finger like outgrowths. These are called villi. What is their location? So it is inside the small intestine. And what is their function? The villi helps in increasing the surface area for absorption of the digested food. So villi inde agathu blood vessels and blood capillaries ഉണ്ട്. So each villus aanu nammale singular form of villi. Okay, each villus has a network of thin and small blood vessels close to its surface. The surface of the villi absorbs the digested food materials. So that is the answer. If you have any doubts, please leave in the comments. Where is bile produced? Bile is produced in liver, which is the largest gland of the human body. It is stored in a sac called gallbladder. Which component of the food does it help to digest? The bile helps in the digestion of fats. Name the type of carbohydrate that can be digested by ruminants but not by humans. Give the reason also. So the reason നമ്മളിപ്പോൾ പറയാം, ബട്ട് ദി കാർബോഹൈഡ്രേറ്റ് ഏതാണോ? ഇറ്റ് ഇസ് cellulose. Cellulose can be digested by ruminants but not by humans because ruminants have a large sac-like structure called rumen between the esophagus and the small intestine. The cellulose of the food is digested here by the action of certain bacteria which are not present in humans. Understood? So they have a certain bacteria, that's why they are able to digest. Why do we get instant energy from glucose? എന്താ ഗ്ലൂക്കോസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോം ആണ്. ഡയറക്റ്റ് ഗ്ലൂക്കോസ് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് അല്ലേ. സോ നമ്മുടെ ബോഡിക്ക് അതിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സോ ഡയറക്ട്ലി ഇറ്റ് ഗെറ്റ്സ് അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് ഗോസ് ടു ദ സെൽസ്. സോ ഇൻ സെൽസ് വാട്ട് ഹാപ്പൻസ്? Glucose breaks down with the help of oxygen.
with the help of oxygen into carbon dioxide and water, and energy is released. So instantly we get energy from glucose. Which part of the digestive canal is involved in absorption of food? It is small intestine. Chewing of food, it is the mouth, which is also known as buccal cavity. Killing of bacteria in the stomach with the help of hydrochloric acid. Complete digestion of food takes place in small intestine. Formation of feces, it takes place in the large intestine and it is stored in rectum. Write one similarity and one difference between the nutrition in amoeba. Okay. So similarity എന്താ വെച്ചാൽ എല്ലാ ആനിമൽസിൻ്റെയും ഡൈജഷൻ പ്രോസസ്സിൻ്റെ എയിം സെയിം ആണ്. എല്ലാത്തിനും എന്താ വേണ്ടത്? എനർജി വേണം. ഫുഡ് കഴിക്കണം, എനർജി വേണം, ന്യൂട്രിയൻസ് കിട്ടണം, അത് തന്നെയാണ്. സോ ഐ വിൽ ഡിക്റ്റേറ്റ് ദിസ് ആൻസർ. The basic process of digestion of food and release of energy is the same in amoeba as well as in humans. In amoeba, digestive juices are secreted into the food vacuole. They act on the food and break it down into simpler substances. Gradually, the digested food is absorbed. Similarly, in human beings, various digestive juices like mouth, stomach, intestine, etc. act on food and break it down into simpler substances. So ഈ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അമീബാൻ്റെ ഫുഡ് കഴിക്കുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ സെക്രീറ്റഡ് ഇൻ ടു into the food vacuole പറഞ്ഞ ഈ പാരഗ്രാഫില്ലേ, ഇവിടെ യു ക്യാൻ ഗെറ്റ് ദാറ്റ്. ആൻഡ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി നമുക്കറിയാമല്ലോ. സോ നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അമീബേൻ്റെത് വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് കഴിക്കുക, അതിൻ്റെ മേലെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇടുക, അബ്സോർബ് ചെയ്യുക, എജക്റ്റ് ചെയ്യുക, ഇജക്ഷൻ നടത്താം. ഓക്കെ. സോ നമ്മളിൽ ഇഞ്ചക്ഷനും എജക്ഷനും പ്രോസസ്സ് വേറെയാണു അമീബേനെ കമ്പയർ ചെയ്യുമ്പം, അല്ലേ? അമീബ ഡയറക്റ്റ് അതിൻ്റെ സൂഡോപോഡിയനെ കൊണ്ട് ഫുഡിനെ കവർ ചെയ്യും, ആ ഫുഡ് വാക്യൂളാക്കും, എന്നിട്ട് അതിൻ്റെ മേലെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഒക്കെ ഇട്ടിട്ട് അതിന് എന്താ പറയുക, ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന് ചെയ്യാം. സോ ബട്ട് ഹ്യൂമൻസിൽ എങ്ങനെയാണ്? നമ്മൾ വായിൻ്റെ അകത്തുകൂടി കഴിക്കും, പിന്നെ digestion കഴിയും, absorption കഴിയും, and it is expelled out of the body in the form of feces. So I'll dictate. The digestion process in amoeba is simple, while in human beings it's a bit complex. The process of ingestion and egestion are also quite different. Amoeba engulfs its food by surrounding the food particles with its pseudopodia. The undigested food, which is largely carbon dioxide, is expelled outside by the vacuole. While in human beings, the food, which is a complex substance, is taken inside the mouth and undergoes a complex process of digestion and absorption. Finally, the undigested food is expelled in the form of feces. പിന്നെ വേറൊരു കാര്യം, ഈ അമീബ മൈക്രോ ഓർഗാനിസംസിനെയാണ് കഴിക്കുന്നത്. സോ ദേ ആർ ക്വൈറ്റ് സിമ്പിൾ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹ്യൂമൻസ് കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ആണ് കഴിക്കുന്നത്. So let's move on to the next question. 11th question. Match the following. So salivary gland എന്താ ചെയ്യുന്നത്? Saliva secretion. Stomach acid release. Liver bile juice secretion. Rectum release of feces. Small intestine digestion is completed. Large intestine absorption of water and also the storage of undigested food. So that was easy. ഇതിൽ ലേബിൾ ചെയ്യണം. എന്തൊക്കെയാണു? ഇത് ഗാൽ ബ്ലാഡർ ആണു ലെഫ്റ്റിലുള്ളത്. എനിക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം റെഫർ ചെയ്യാം. സോ ദിസ് ഇസ് ലെഫ്റ്റ് സൈഡിലുള്ളത് ഗാൽ ബ്ലാഡർ ആണു, പിന്നെ റൈറ്റ് സൈഡിൽ നമ്മളെ സ്റ്റൊമക്കാണു, പിന്നെ സ്റ്റൊമക്കിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ നടുവിലുള്ള ഇത് പാൻക്രിയാസ് ആണു, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ഇവിടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് ഏനസ്. ഇത് നിങ്ങൾ ആ ഡയഗ്രാം റെഫർ ചെയ്യൂ കേട്ടോ. Can we survive only on raw leafy vegetables or grass? Discuss. So raw leafy vegetables എന്താ ഉണ്ടാവുക? സെല്ലുലോസ് ആണ് ഉണ്ടാവുക. അതൊരു ടൈപ്പ് ഓഫ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് വിച്ച് ഹ്യൂമൻസ് കനോട്ട് ഡൈജസ്റ്റ്. സോ ഈ റുമിനൻസ് ആർ ഏബിൾ ടു ഡൈജസ്റ്റ്. കുറേ ആനിമൽസ് ഉണ്ട്, നമ്മൾ ഹ്യൂമൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. സോ ഈ സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഇൻ ഇറ്റ്. സോ അതുണ്ടെങ്കിൽ മാത്രമേ സെല്ലുലോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റൂ, അല്ലേ?
So that's why we mostly cook the food and then eat. Okay, so I'll dictate the answer in English. Raw leafy vegetables and grass are rich in cellulose, a type of carbohydrate. Many animals, including humans, cannot digest cellulose because they do not have enzymes and certain type of bacteria which can digest cellulose. We cannot survive by taking vegetables in raw form. That's why we boil or cook vegetables, which breaks down the cellulose into simpler carbohydrates. We can only survive by taking in vegetables in boiled or cooked form. Okay, so with that, നമ്മൾ exercise questions തീർന്നു. This is activity and project. Visit a doctor. Under what conditions that a patient need to be on drip. So നമ്മൾ drip പറഞ്ഞാൽ drip of glucose ആണ്. So when the patient is extremely weak and does not have the energy to digest the food, that's when we directly provide glucose so that it goes to the blood and then goes to all the cells, and glucose breakdown ആകുമ്പോൾ നമുക്കറിയാലോ energy is dissipated. അതിനു വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസിന്റെ saline water കൊടുക്കുന്നത്. Till when does a patient need to be given glucose? Till he has the energy and the capability to digest food. How does glucose help the patient recover? Like discussed, it dissipates energy. Find out what vitamins are and get the following information. So ഇത് നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. Why are vitamins necessary in the diet? Vitamins നമ്മൾക്ക് അസുഖത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. ഓരോ കൈൻഡ് ഓഫ് ഡെഫിഷ്യൻസി ഡിസീസസ് വരാണ്ടിരിക്കാൻ നമ്മളെ രക്ഷിക്കുന്നു. Which fruits or vegetables should be eaten regularly to get vitamins? We have learnt about this in 6th standard. For each kind of vitamin, we have to eat different kind of fruits and vegetables. For vitamin A, we can eat carrot, pinna, C, citrus food. Agana paladhu undu. Write 1-page information. So if you want to, you can do that. Collect data from your friends, neighbors and classmates to know about milk teeth. Avare palle epla veena idokke ninge venengile cheyidollu. Okay. So next is, did you know fats in goat's milk are much simpler than those in cow's milk? Therefore, the goat's milk is much easier to digest than cow's milk. So അതിലെ ഫാറ്റ് കുറച്ചുകൂടി സിംപ്ലർ ഫോമിലാണ്. സോ നമുക്ക് അത്രയും അധികം പറഞ്ഞ ഫാറ്റ്സിന് ഇനിയും ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരില്ല. I hope you have understood. The fats in goat is much simpler form than that of cows. Okay. So with that, we have completed the chapter. I hope you are clear with this chapter now. ഒരു ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ലീവ് ഇറ്റ് ഡൗൺ ഇൻ ദ കമൻറ്റ്സ്. ഐ വിൽ ബി ഹാപ്പി ടു ക്ലിയർ ദം. ആൻഡ് ഞാൻ നിങ്ങൾക്ക് അഥവാ ലൈവായിട്ട് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ ഐ വിൽ ബി കമ്മിങ് ലൈവ് ഓൺ എനി സൺഡേ. പ്ലീസ് ഡു ലെറ്റ് മീ നോ. നിങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. So that's all for this chapter. Please subscribe to the channel and also give this video a like. And please do let me know നിങ്ങൾക്ക് 1 mark questions. Should I repeat it from next chapter onwards? And ഞാൻ history, social studies ഒക്കെ എടുത്ത് വരുന്നതായിരിക്കും from this week onwards. So please be subscribed. Bye. All the best.